കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അഭിനയിക്കല്ലേ നെയ്ബർ, അഭിനയിക്കല്ലേ. പാസ്വേഡ് ഫോർവേഡ് കയറി കളി, അങ്ങോട്ട് നീട്ടിക്കോട് പാസ്. എന്തുവാ ഞാൻ അവലേസ് കൊണ്ട് തിന്നുന്നു. നല്ല രസമാണ്. ആ ഒന്ന് നോക്കിക്കളി നെയ്ബറ, ഇത് എന്തൊരു കഷ്ടമാണ് നോക്കുന്നത്. എന്തൊന്നും എടുത്തു നോക്കാൻ എനിക്കൊന്നും വയ്യ. 5 മിനിറ്റ് 1 മിനിറ്റ് കഷ്ടമാണല്ലേ പറ. ചിറ്റപ്പ എനിക്ക് ചിറ്റപ്പന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. കൊച്ചു പിള്ളേർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അവരവരുടെ മാതാപിതാക്കളുടെ അടുത്ത് ചോദിക്കണം. ഞാൻ മാതാവിന്റെ അടുത്ത് ചോദിച്ചതാ. എന്നാ പിതാവിന്റെ അടുത്ത് ചോദിക്കണം. പിതാവിന്റെ അടുത്തും ചോദിച്ചതാ. ആ എന്നാ പിന്നെ വേണ്ട അറിയിപ്പോ. ചിറ്റപ്പ ആ എനിക്ക് ഒരു കുഞ്ഞു മൈലാഞ്ചി സംഘടിപ്പിച്ചു തരോ? മൈലാഞ്ചി? നിനക്ക് എന്തിനാ മൈലാഞ്ചി? ഇപ്പം എന്റെ മുടിയില് കളർ ചെയ്യാനാ. ഈ കളറൊക്കെ മതി മുടിക്ക്, ഇനി മുടി കളർ ചെയ്യുന്നു വേണ്ട പ്ലീസ് ചിറ്റപ്പ. എന്തൊന്ന് പ്ലീസ്? എടി മുടിയൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാലേ കേടായിപ്പോ. അപ്പൊ പിന്നെ അവസാനം മൊട്ടായിട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല, സംഘടിപ്പിച്ചു തരാൻ പറ്റൂല. ഇല്ല സംഘടിപ്പിച്ചു തരാൻ പറ്റൂല. എന്തുവാ ചിറ്റപ്പ? എനിക്കാകെ ഒരു ചിറ്റപ്പനല്ലേ ഉള്ളൂ. എന്റെ ബുക്കിൽ ഒരു പടം ഉണ്ട്. ആരുടെ അറിയാവോ അത്? ആരുടെ? എന്റെ ചിറ്റപ്പന്റെ. ഈ ലോകത്ത് ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഉണ്ടാവൂല. സീരിയസ്. നിനക്ക് മൈലാഞ്ചി കൊണ്ടുതരാം. പക്ഷേ മൈലാഞ്ചി നിനക്ക് കൊണ്ടുതന്നാ എനിക്ക് എന്താ ഗുണം? അത് ചിറ്റപ്പന്റെ മുടി ഞാൻ കളർ അടിച്ചു തരാം. കളറോ? ഏത് കളർ അടിക്കും? ചിറ്റപ്പന് വേണ്ട, എല്ലാം എന്റെ അടുത്തുണ്ട്. വേണം പറ. ഏതുണ്ട് നിന്റെ അടുത്ത്? എല്ലാം ഉണ്ട്. ഗ്രീന്, ചോപ്പ് എല്ലാം ഉണ്ട് ചിറ്റപ്പ. ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരാം. ആണോ? ഗുഡ് ബൈ. മക്കള് കിട്ടോ? ശരി. ശരി കളി കണ്ടോട്ടെ. ശരി. ഇതെപ്പോഴും കാണണം. ഓ അച്ഛാ എന്താടി? അച്ഛനൊന്ന് സഹായിക്കാക്കും. ഞാൻ എന്ത് സഹായിക്കാൻ? എൻ്റെ പൊന്നു പൈങ്കൂസെ, നീ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടൊന്നും നടക്കുകയില്ല. എടി ലളിത ഉത്തമനൊന്നും സമ്മതിക്കൂല എന്ന്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു, ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ വിളിച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഒരു പരിചയം ഇല്ലാതില്ലല്ലോ. റഹ്മത്ത് എന്റെ ഫ്രണ്ടാണ്, എനിക്ക് നല്ല പരിചയമുണ്ട്. അല്ല, നീ നേരത്തെ ഉത്തമനോട് ചോദിക്കാൻ പോയിട്ടോ എന്തോ പറഞ്ഞു? ഓ ചേട്ടൻ സമ്മതിച്ചില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ്റെ അടുക്കേ വന്ന്. അച്ഛ മുറുക്ക് ഞാൻ വെച്ച് തരും, വായി അങ്ങോട്ട്. എന്റെ അമ്മേ. പിന്നെ അച്ഛനൊന്ന് സമ്മതിക്കും. അച്ഛനല്ലേ ഗൃഹനാഥൻ. അപ്പൊ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് എതിരെ അങ്ങനെ ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും, നീ ഉത്തമനെ പോയി കണ്ട് ഒന്നുകൂടെ പോയി കണ്ട് സോപ്പിട്ട് കാര്യങ്ങൾ സമ്മതിപ്പിച്ച് നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വാ. ലളിതയുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഏറ്റു. ഇതിപ്പോ പുലിവാലായല്ലോ എന്റെ ദൈവമേ. ഞാൻ രണ്ടിന്റെ ഇടയിൽ കിടക്കും എന്റെ അച്ഛ. ഞാനിപ്പോ അവളുടെ അടുക്കൽ വരണ്ടാന്ന് പറഞ്ഞു ഞാൻ അവൾ എന്നോട് പിണങ്ങും. ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനും പിണങ്ങും, എല്ലാരും പിണങ്ങും. ഞാൻ എന്ത് ചെയ്യും എന്റെ അമ്മേ? അല്ലടി, സത്യത്തിന് നിന്റെ കൂട്ടുകാർ ഇങ്ങോട്ട് വരുന്നത് ഈ കൂട്ടുകുടുംബത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തന്നെയാണോ? അതെ അച്ഛാ. ആണോ? ആ പിന്നെ കൂട്ടുകുടുംബത്തെ പറ്റി പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആണല്ലേ? എന്നിട്ട് ആശ ഈ കൂട്ടുകുടുംബത്തിൽ വന്നിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ, ഇങ്ങനെ പഠിക്കണമെന്നൊന്നും. അതിൻ്റെതായ കുഴപ്പങ്ങൾ നാത്തൂനുണ്ട്. അച്ഛന് ദൂരെ നിന്ന് വീക്ഷിക്കുന്നത് കൊണ്ട് അറിയാത്തതാ. ഓഹോ, അത് ശരി. അപ്പൊ നീ എന്താ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് പോയി നിൽക്കാത്തത് നിന്റെ കെട്ടിയോന്റെ അടുത്ത്? എന്റെ അച്ഛാ, ശിവേട്ടന്റെ വീട് ന്യൂക്ലിയർ ഫാമിലി. ഞാൻ കൂട്ടുകുടുംബത്തിൽ നിന്ന് പോയ പെങ്കൊച്ചല്ലേ. അല്ല, നിനക്കവിടെ പോയി പണിയെടുക്കാൻ പഠിച്ചിട്ടൊന്നും അല്ല. ചായ കുടിക്കാതെ. ശരി. എടി അല്ലടി, വേറൊരു സംശയം. സംശയങ്ങളൊക്കെ ചോദിക്കണമല്ലോ. അതായത് നിന്റെ കൂട്ടുകാർ ഇവിടെ വരുമ്പോ നിന്റെ ഈ മടിയും ഉറക്കവും ഒക്കെ കണ്ട് പഠിക്കുവോ എന്നാണ്. കഴിക്കും.